ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് ഗുരു ഇവിടെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയത്, നിർവികാരനായി നിർലിപ്തനായി ഈ ജീവൻ മുക്തനായി ഇവിടെ കഴിഞ്ഞു പോയതിൻ്റെ കാര്യം കൂടിയാണ് ആ മന്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത മന്ത്രത്തിലേക്ക് വരുമ്പോൾ ഓം സഗുണ പ്രതിവ്യാധി ഭൂതോത്തരായ നമഃ. ഇവിടെ പഞ്ചഭൂതങ്ങൾ, പൃഥ്വി, അപ്പ്, തേജസ്, അതുപോലെ ജലം, വായു, ആകാശം, ഇങ്ങനെ 5 ആണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയാം. ഈ പഞ്ചഭൂതങ്ങൾ ഒരിക്കലും പരമ്പൊരുള് അല്ലെങ്കിൽ പരമ്പൊരുളിൻ്റെ സാന്നിധ്യത്തിലാണ്, അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് സൂചിപ്പിച്ചു, ഗുരുവിൻ്റെ സ്വരൂപമെന്ന് പറയുന്നത് പരബ്രഹ്മ സ്വരൂപമാണ്. അതിനെ കൂടുതൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ അതിനെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ട്, അല്ലെങ്കിൽ ഇതിൽ പെടാതിരിക്കുന്ന, ഇപ്പം നമ്മുടെ ശരീരം ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. സ്ഥൂല ശരീരം നമ്മൾ മുൻപത് സൂചിപ്പിച്ചു. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാതിരിക്തായ നമഃ എന്ന് പറഞ്ഞു. ഇവിടെ അതിൻ്റെ തന്നെ കുറച്ചും കൂടി പ്രത്യക്ഷമായിട്ട് ഉള്ള കാര്യത്തെയാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ട് അതിൽ പെടാത്ത ആൾക്ക് ആയിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ കണ്ണിൽ കാണുന്നത് ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമാണ്. പക്ഷേ ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമാണ് ഗുരു എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഗുരുവിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ ഗുരുവിന് അസുഖം വന്നതിനെക്കുറിച്ചും ഒക്കെ പലരും ഈ സന്ദർഭത്തിൽ നമ്മളിത് പറയുമ്പോൾ അവർ ചോദിക്കാം, അങ്ങനെ ചോദ്യങ്ങളും ചോദിക്കാം. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഗുരുവിന് സുഖമില്ലാതെ വന്നത്, അസുഖം വന്നത്, രോഗമില്ലാത്ത, ഭയമില്ലാത്ത, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നു ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ആൾക്കായിക്കൊണ്ട് നമസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെയാണ് യോജിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? നമ്മുടെ യുക്തി ചിന്തകളൊക്കെ ചിലപ്പോൾ അങ്ങനെ തലപൊക്കാം. അങ്ങനെ ഒരിക്കൽ സംഭവിച്ചിട്ടുമുണ്ട്. ഗുരുവിന് വയ്യാതിരിക്കുമ്പോൾ ഗുരു വേദന കൊണ്ട് കരഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ പ്രശസ്തനായിട്ടുള്ളൊരു കവി ഗുരുവിനെ കാണാൻ വന്ന സമയത്ത്
ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്ന ഒരു ഗുരുവിനെ അവർ കാണുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ ഈ ഗുരുസങ്കല്പം എന്നൊക്കെ പറയുന്നത് എന്താണ്, നിർവികാരമായിട്ട് യാതൊരുവിധ വികാര വിചാരങ്ങളില്ലാതെ കല്ലുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു സങ്കല്പം. അങ്ങനെ എന്തു വന്നാലും യാതൊരു ചലനം ഉണ്ടാകാതെ ഇരിക്കുക. അങ്ങനെയൊക്കെ ആ സങ്കല്പത്തിലാണ് അദ്ദേഹം ഗുരുവിനെ കാണാൻ വേണ്ടി വന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഗുരു ഇങ്ങനെ സാധാരണ മനുഷ്യരെ പോലെ തന്നെ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആള് അങ്ങനൊരു സംശയം ഉള്ളത് കൊണ്ട് പിന്നെ അവിടെ നിന്നില്ല, ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്നുള്ളതാണ്, തിരിച്ചുപോയി. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്തും സുഖമില്ലാതെ എത്രയോ ഭക്തരാണ് ഗുരുവിൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ടിരുന്നത്. അവർക്കെല്ലാം ഗുരു അവരുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ആളുകൾക്ക് ഗുരുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? നമ്മളതാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി അങ്ങനെ വന്നു പോയി എന്ന് പറയുമ്പോൾ അയാൾക്കൊരു പക്ഷേ അയാളുടെ യുക്തി ഒരുപക്ഷെ ഗുരുവിൻ്റെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഗുരുവിനെ മനസ്സിലാക്കുവാനായിട്ട് അയാളിൽ തടസ്സമായിട്ട് നിന്നത് ഈ ഒരു സംശയമായിരിക്കാം. അയാൾ എവിടെന്നോ അറിഞ്ഞ ചില കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നഷ്ടം അയാൾക്ക് സംഭവിച്ചത്. ഇങ്ങനെ ഒരു ഗുരുവിനെ പിന്നീട് അയാൾക്ക് കിട്ടത്തില്ല. അപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടും നമുക്ക് ഇങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ഈ ഗുരുവിൻ്റെ ഗുരു ഈ ശരീരമല്ലെന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണെന്ന് നമ്മൾ പറയുമ്പോൾ ഭൗതികമായിട്ട് മാത്രം കാണുന്ന, അതിൻ്റെ അപ്പുറത്തേക്ക് യുക്തി പ്രവഹിക്കാത്ത ചില ആളുകളുണ്ട്. അവരുടെ യുക്തിക്ക് ഒരു അടിസ്ഥാനം ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാകണമെന്നുമില്ല. എന്നാൽ അലോപ്പതി ഡോക്ടർ അന്നേരം കൂടെ ഉണ്ടായിരുന്നു. പലരും ചോദിക്കുന്നതിന് എന്തുകൊണ്ടാണ് ഈ അസുഖം മാറാത്തത്? അപ്പോൾ അലോപ്പതി ഡോക്ടർ നിൽക്കുമ്പോൾ തന്നെയാണ് പല സുഖമില്ലാത്ത ആളുകളും ഗുരുവിൻ്റെ അടുത്ത് വന്ന് അവരുടെ അസുഖം മാറ്റിപ്പോകുന്നത് ഈ ഡോക്ടർ കാണുന്നത്. അപ്പോഴാണ് ഡോക്ടർ അതിശയിച്ചിട്ട് പറയുകയാണ്, ഈ അസുഖം പൂർണ്ണമായിട്ടും ഈ രോഗിയുടെ ഗുരുവിൻ്റെ നിയന്ത്രണത്തിലാണ്, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു അവബോധം ഡോക്ടർക്കുണ്ടായി. അലോപ്പതി ഡോക്ടർമാർ പൊതുവെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ഉൾക്കൊള്ളുന്നവരല്ല. എങ്കിൽ പോലും അയാൾ കൂടെ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്നുള്ളതാണ്. അത് കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഗുരുവിനെ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ അപകടം പിടിച്ച, അതായത് നമുക്ക് വലിയ പാടാണ് തിരിച്ചറിയാവുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ മന്ത്രങ്ങളിലൂടെ ഈ ഗുരുവിൻ്റെ സ്വരൂപത്തെ നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതവിടെ പിടികിട്ടാതെ പോകും. പൃഥിവ്യാദി സഗുണപൃഥിവ്യാദി ഭൂതോത്തരായ നമഃ എന്ന് പറയുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് ആത്മാവ്, പരമ്പൊരുൾ, പരബ്രഹ്മം എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അപ്പോൾ ധാരാളം സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഓരോരുത്തർക്കും പറയാനുണ്ട്. നമ്മുടെ ജീവചരിത്രങ്ങളിലൊക്കെ നമുക്കുണ്ട്, അത്ഭുതങ്ങളൊക്കെ കാട്ടിയിട്ടുള്ളതുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ഗുരു ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഓർത്തിരിക്കണം. ശരീരമില്ലാതെ നമുക്ക് പല കാര്യങ്ങളും ആ രീതിയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിൻ്റെ അല്ല, അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടില്ല. അങ്ങനെയും കൂടെ ഉണ്ട്. ഈ വ്യവഹാരത്തിൽ ഈ ശരീരം
നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഈ ശരീരത്തിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് ഈ പരമ്പൊരുൾ, ഈ പരമാത്മാവ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വർത്തിക്കുന്നത് എന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട് എന്നുള്ളതാണ്. പിന്നെയോ ഓം അവസ്ഥാത്രയ സാക്ഷിണേ നമഃ. നമുക്ക് അവസ്ഥാത്രയം, 3 അവസ്ഥകളുണ്ട്. ആ 3 അവസ്ഥകൾക്കും സാക്ഷിയായിട്ട് നിൽക്കുന്ന ആൾക്കായിക്കൊണ്ട് നമസ്കാരം. 3 അവസ്ഥകൾക്കും സാക്ഷി. ശരിക്കും പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇതിന് 3നും സാക്ഷിയായിട്ട് നിൽക്കുന്നത് ആരാണോ അവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരമെന്നാണ് അർത്ഥം. ഈ അവസ്ഥാത്രയ സാക്ഷിയെക്കുറിച്ച് നമ്മൾ ആത്മോപദേശ ശതകത്തിൽ ധാരാളം സംസാരിച്ചിട്ടുള്ളതാണ്. ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി. അപ്പോൾ ജാഗ്രത്തിലും സ്വപ്നത്തിലും ഒക്കെ മാറാതെ നിൽക്കുന്ന, സുഷുപ്തിയിലും എല്ലാത്തിലും ഇത് 3നെയും ആരാണോ തിരിച്ചറിയുന്നത് അത് ഈ 3 അവസ്ഥകളിൽപ്പെട്ട ഒന്നല്ല. നമ്മളുടെ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ ഈ അവസ്ഥകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മ വയ്ക്കുമ്പോഴാണ് നമുക്കത് ഓർമ്മ എന്നാണ് തുടങ്ങിയത്. ചിലർക്ക് കുറേയും കൂടി ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ഓർക്കാൻ പറ്റും. ചിലർക്ക് ഒരു 5 വയസ്സ് 6 വയസ്സ് വരെ തുടങ്ങിയുള്ള കാര്യങ്ങളെ ഓർമ്മയുണ്ടാവുള്ളൂ. എന്തായാലും ബാല്യവും യൗവനവും കൗമാരവും വാർദ്ധക്യവും ഒക്കെ എല്ലാവർക്കും, മനുഷ്യന് എല്ലാവർക്കും ഉള്ളതാണ്. ഈ ഓരോ അവസ്ഥകൾ മാറി 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 വരുമ്പോഴും ഈ മാറ്റങ്ങളെ തിരിച്ചറിയുന്നത് മാറാതിരിക്കുന്ന ഒന്നാണ്. അത് പുറത്തുള്ള ഒന്നല്ല. പുറത്തൊരു വ്യക്തി അത് കാണുന്നുണ്ട്. ഇപ്പം അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സഹോദരന്മാർ, ഇവരും ഇത് കാണുന്നുണ്ട്. ഇപ്പം നമ്മളുടെ വളർച്ച, നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ മനസ്സിൻ്റെ വളർച്ചയും ഒക്കെ ഒരു പരിധി വരെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ബുദ്ധിയുടെ സൂക്ഷ്മതയും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വിശാലതയും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും പുറത്തു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അർജുനൻ്റെയും കൃഷ്ണൻ്റെയും കാര്യമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അർജുനന് യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റാതെ ഒരു സന്നിഗ്ധാവസ്ഥ വന്നു. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരെല്ലാം ആചാര്യന്മാരും ബന്ധുക്കളും അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അതുവരെ യുദ്ധം വേണമെന്ന് പറഞ്ഞ അർജുനൻ ഇവരെ കണ്ടതോടുകൂടി ഇവരെയെല്ലാം കൊന്ന് എനിക്ക് ഒരു യുദ്ധം, ഒരു രാജ്യം വേണ്ട എന്ന് കൃഷ്ണനോട് പറയുകയാണ്. ഇപ്പോൾ കൃഷ്ണൻ അളിയനുമാണ്, ഒരേ പ്രായക്കാരാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു ചോദ്യമുണ്ട്. നീ വലിയ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ, പക്ഷേ നിനക്കെന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു ക്ലീബത വന്നത്? അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വൈഷമ്യ ഘട്ടത്തിലാണ് അർജുനന് കൃഷ്ണൻ ഗീതോപദേശം നൽകുന്നത്. അപ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ നടക്കുമ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലായത്? നീ എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചു? നമ്മളൊരു പ്രായക്കാരല്ലേ, എങ്ങനെയാണ് പിന്നെ നീ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്? അപ്പോൾ ഒരേ പ്രായക്കാരായിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുടെ മാനസികാവസ്ഥയെ, അവൻ്റെ ഒരു തെളിച്ചവും ഹൃദയവിശാലതയും ബുദ്ധിയുടെ സൂക്ഷ്മതയൊന്നും കൂടെയുള്ള ആൾക്ക് മനസ്സിലാകണമെന്നില്ല. അത് ഗുരുവിൻ്റെ കാര്യത്തിലും നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഗുരുവിൻ്റെ കൂടെ പഠിച്ചവർ, ഗുരുവിൻ്റെ കൂടെ സന്തത സഹചാരികളായിട്ട് നടന്ന ആളുകൾ, അങ്ങനെ പലരും ഉണ്ട്.
പലർക്കും ഗുരുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യനുണ്ടായിരുന്നു, ആനന്ദ തീർത്ഥർ. അപ്പം അദ്ദേഹം അനന്ത ഷേണായി എന്ന് പറഞ്ഞ അന്ന് ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അന്ന് അദ്ദേഹത്തിന് റാങ്ക് കിട്ടിയിരുന്ന ആൾ, ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ ആൾ. അദ്ദേഹം ഗുരുവിനെ കണ്ട് ഗുരുവിൽ ആകർഷനായി ഗുരുവിൽ നിന്ന് സന്യാസം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിനെ സമീപിച്ചു. അപ്പോൾ ഗുരു ആശ്രമത്തിലെ മറ്റ് അന്തേവാസികളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമുക്ക് ഇദ്ദേഹത്തിന് സന്യാസം കൊടുക്കുന്ന കാര്യം എന്ന് ഗുരു ഈ ശിഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ചോദിച്ചതാണ് ശരിക്കും പറഞ്ഞു. പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഗുരു നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന്. അവർ വിചാരിച്ചത് എന്തോ കാര്യമായിട്ടുള്ള നമ്മുടെ അഭിപ്രായം കേട്ടിട്ട് വേണം ഗുരുവിന് തീരുമാനിക്കാൻ എന്ന് മണ്ടന്മാരായിട്ടുള്ള ശിഷ്യഗണങ്ങൾ വിചാരിച്ചു. അപ്പം അവർ പറയുമായിരുന്നു, ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ സന്യാസം കൊടുക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ താമസിച്ചിട്ടും ഗുരുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ശിഷ്യന്മാരാണ്. ഗുരു പറയുമായിരുന്നു, നമ്മൾക്ക് ആളെ അറിയാം, നാളെ തന്നെ സന്യാസം കൊടുക്കുവാനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന്. നോക്കണേ, ഈ ഒരു മഹാഗുരുവിൻ്റെ സവിധത്തിൽ താമസിച്ചിട്ട് തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യജന്മങ്ങൾ ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. പക്ഷെ ഇന്നിപ്പോൾ ഗുരു സശരീരനായിട്ട് ഇല്ല എന്ന് മാത്രമാണ്. ഗുരു ആ പരബ്രഹ്മ സ്വരൂപനായിട്ട് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷെ അന്നത് പറയാൻ കാരണം, അങ്ങനെ ഈ അവസ്ഥകൾക്കെല്ലാം സാക്ഷിയായിട്ട് വർത്തിക്കുന്നതാണ് ഗുരുവിൻ്റെ സ്വരൂപമെന്ന് തിരിച്ചറിയണ്ടേ. അപ്പോൾ ഈ 3 കാലങ്ങളിലും മാറാതെ എങ്ങനെയാണോ, അല്ലെങ്കിൽ 3 അവസ്ഥകളിലും മാറാതെ എങ്ങനെയാണോ മാറാതിരിക്കുന്ന ഒന്ന് തിരിച്ചറിയുന്നത്, അതുപോലെ തന്നെയാണ് ഈ മാറ്റങ്ങളെല്ലാം. ഇപ്പോൾ ഗുരുവിൻ്റെ കാര്യത്തിലായാലും കൃഷ്ണൻ്റെ കാര്യത്തിലും ഒക്കെ അകത്ത് നടക്കുന്ന മാനസികമായിട്ടുള്ള ആ മാറ്റങ്ങളെ തിരിച്ചറിയാനായിട്ട് കൂടെയുള്ളവർക്കും പറ്റുന്നില്ല. അപ്പം അത് വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ടാണ് മുൻപ് ഈ ശരീരത്തിൻ്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചതിൻ്റെ കാരണം അവനവനിൽ നടക്കുന്ന മാറ്റങ്ങൾ, ചലനങ്ങൾ തിരിച്ചറിയുവാനായിട്ട് മാറ്റമില്ലാതെ ഇരിക്കുന്ന ഒന്നിനെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വെളിയിലെ കാര്യം സൂചിപ്പിച്ചത്, വെളിയിലുള്ളവർക്ക് ശരീരത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ മാത്രമേ പറ്റുള്ളൂ. അകത്ത് നടക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ള കൂട്ടുകാരന്മാർ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ അവരെ കാണുമ്പോൾ അവരൊക്കെ വലിയ തലങ്ങളിൽ ചിന്തിക്കാനും ആ രീതിയിൽ മാറിയിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ ആ കൂടെ ഉണ്ടായിരുന്ന സമയത്തെ മാനസികാവസ്ഥ വെച്ചുകൊണ്ടായിരിക്കും അവനോട് പെരുമാറുന്നത്. അപ്പം അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ ഈ അവസ്ഥാത്രയ സാക്ഷിണേ നമഃ എന്ന് നമ്മൾ ഗുരുവിൻ്റെ മന്ത്രം ജപിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന സ്വരൂപമാണ് ഗുരുവിൻ്റെ സ്വരൂപം. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുമ്പോൾ, എന്ന് ചൊല്ലുമ്പോൾ, അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കും തിരിഞ്ഞ് ഈ രീതിയിലേക്ക് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴോ, നമ്മുടെ മനസ്സിനും ശരീരത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും മാറാതെ എപ്പോഴും സന്തത സഹചാരിയായിട്ട്, അല്ലെങ്കിൽ എപ്പോഴുമുള്ള ആ സാക്ഷിയെ, അവസ്ഥാത്രയ സാക്ഷിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യജന്മം കൃതകൃത്യമാകുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം.
അതാണ് ഇവിടുത്തെ ആവശ്യം. അല്ലെങ്കിൽ അത് യാന്ത്രികമാകുകയാണ്. അങ്ങനെ മന്ത്രങ്ങൾ യാന്ത്രികമാകുമ്പോൾ ആയതുകൊണ്ടാണ് ഇന്നും ആളുകൾക്ക് മാറ്റങ്ങളില്ലാതെ പോകുന്നത്. എത്രയോ വർഷങ്ങളായി ഈ മന്ത്രങ്ങൾ, ഉപനിഷത്ത് മന്ത്രങ്ങളും ബ്രഹ്മസൂത്രങ്ങളും ഭഗവത്ഗീതയും പുരാണങ്ങളും മഹാഭാരതവും ഒക്കെ കാണാതെ പഠിച്ച് ചൊല്ലുന്ന, ഇപ്പോൾ ഗുരുദേവ കൃതികൾ ഒക്കെ കാണാതെ പഠിച്ച് ചൊല്ലുന്ന നമ്മൾക്കൊക്കെ ആ രീതിയിൽ മാനസികമായിട്ടുള്ള വികാസം ഉണ്ടാകാതെ പോയതിൻ്റെ കാരണം ഇതിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മൾ അർച്ചന നടത്തുമ്പോൾ ഒരു ദേവതാ സങ്കല്പത്തിൽ ചെയ്യുന്ന പോലെയല്ല, അതിന് പരിമിതിയുണ്ട്. ഇവിടെ നമ്മൾ പരബ്രഹ്മമൂർത്തിയെയാണ് നമ്മൾ പൂജിക്കുന്നത്, ഉപാസിക്കുന്നത്. അപ്പോൾ അതിലൂടെ ആ മന്ത്രങ്ങളുടെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വേദാന്ത ഗ്രന്ഥം പഠിച്ച് വിശകലനം ചെയ്ത്, അതായത് അതിനെ സ്വാംശീകരിക്കുന്ന പോലെ ആകും. അവിടെ സ്വാഭാവികമായിട്ടുള്ള ധ്യാനം സംഭവിക്കുകയാണ്. ഈ മന്ത്ര ജപത്തിലൂടെ നമ്മൾ അത് യാന്ത്രികമല്ലാതിരിക്കുമ്പോഴാണ് ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു മന്ത്രം ജപിച്ച് നമ്മൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ അത് ആന്തരികമാണല്ലോ, മാനസികമായിട്ടുള്ള ഒരു തലമാണ്. അവിടെ ബുദ്ധിയൊക്കെ വളരെ ഉണർന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു മന്ത്രം തന്നെ ചിലപ്പോൾ ജപിച്ച് തീർന്നിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും മനസ്സ് ഉയർന്ന തലത്തിലേക്ക് കടന്നിട്ടുണ്ടാകും. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് ഈ മന്ത്രജപം സഹായിക്കും. നേരെ മറിച്ച് ഇത് മനസ്സ് അസ്വസ്ഥമാണ് എങ്കിൽ, മനസ്സിന് ഏകാഗ്രതയില്ല എങ്കിൽ, മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ അവസ്ഥകളെ ശരിയായ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുവാനും കൂടി പ്രാപ്തരായിരിക്കണം. അതുകൂടിയുണ്ട്. അപ്പോൾ ഓരോ മന്ത്രവും നമ്മൾ അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നുകൊണ്ട് തന്നെയായിരിക്കണം അർച്ചിക്കേണ്ടത്. ദിവസവും അങ്ങനെ ഒരു സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു സ്റ്റെപ്പായിരിക്കും. എങ്ങും ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സാവധാനത്തിൽ മാത്രം ഇത് ചെയ്താൽ മതി. അതിനൊരു അവബോധം നമുക്കുണ്ടാകണം. കാരണം നമ്മുടെ മനസ്സിനെ തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ആ മനസ്സിനകത്തുള്ള ചാബല്യങ്ങൾ ഇതോടുകൂടി ഇല്ലാതാകണം. അതിൻ്റെ ഓട്ടം അവസാനിപ്പിക്കണം. ആ ഒരു തലത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കണം. പിന്നെയോ ഓം ദേവതിര്യങ് മനുഷ്യാവച്ഛിന്നാത്മനേ നമഃ. അതുപോലെ തന്നെ ദേവന്മാർ, തിര്യക്കുകൾ, തിര്യക്കെന്ന് പറയുകയാണെങ്കിൽ പക്ഷി മൃഗാദികൾ, മനുഷ്യർ, അപ്പോൾ അതിനോട് ചേർന്നിരിക്കുന്ന അവച്ഛിന്നാത്മനി നമഃ, അവരുടെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന, അതായത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതല്ല. തൻ്റെ ആത്മാവും മറ്റു ജീവജാലങ്ങളുടെ ആത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ള അഭേദമായിട്ടുള്ള ഭാവത്തോടു കൂടി ഇരിക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയാണ്. ശുനിജൈവ ശോഭാഗേജ പണ്ഡിത സമദർശിന എന്നൊക്കെ ഗീത പറയും. എല്ലാത്തിനകത്തും ഒരേപോലെ ആത്മാവിനെ ദർശിക്കുന്നവൻ. അതാണ് ദേവതിര്യൻ മനുഷ്യാവച്ഛിന്നാത്മനേ നമഃ. ദേവന്മാരിലും പക്ഷിമൃഗാദികളിലും മനുഷ്യരിലും ഒക്കെ അവിച്ഛിന്നമായി
നിൽക്കുന്ന ആത്മാവോട് കൂടിയവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അപ്പോൾ ഈ ഇവിടുത്തെ ആ ഭേദബുദ്ധി ഗീതയിൽ പറയുന്ന ശുനി ചൈവ സ്വഭാഗേച പണ്ഡിത, അപ്പോൾ നായിലും അതുപോലെ തന്നെ മറ്റു ഓരോന്നിലും എന്താണ്, ഈ പരബ്രഹ്മം തന്നെയാണ്, പരമ്പൊരുൾ തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് കുടികൊള്ളുന്നത് എന്നുള്ള ആ അഭേദബുദ്ധി അല്ലെങ്കിൽ ആ സർവാത്മഭാവം ശരിക്കും ഇങ്ങനെയുള്ള ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. അല്ലാത്തവർക്കാണ് ഈ ഭേദ ബുദ്ധികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഗുരു ആ രീതിയിൽ അഭേദമായിട്ട് എല്ലാത്തിലെയും ദേവന്മാരിൽ കുടികൊള്ളും. കാരണം ഇത് സമഗ്രമായിട്ടുള്ള ഒരു ഒന്നാണ്. കാരണം എന്താണ്, ദേവന്മാരെന്നും മനുഷ്യരെന്നും പക്ഷിമൃഗാദികളെന്നും ഒക്കെ തരംതിരിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടല്ല. നമ്മൾ അല്ലാതെ കാണുമ്പോൾ ഇതിനെല്ലാം ഓരോരോ തലത്തിൽ നമ്മൾ കാണുന്നു. ഇവിടെ അതിൻ്റെ ഓരോ ജീവികളിലും മനുഷ്യരിലും ഒക്കെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ സത്ത്, ആ ചൈതന്യം ഒന്നാണ് എന്നുള്ള ബുദ്ധിയോടുകൂടി ആണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. അതല്ലാതെ വരുമ്പോൾ അത് യോജിക്കത്തില്ല. ഇപ്പം എല്ലാത്തിലും ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അർജുനോട് പറയുന്നുണ്ട്, ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ആണ് കുടികൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ജീവനുള്ള എല്ലാത്തിൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യമാണ് എന്നുള്ള ബോധം, ആ അവബോധം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഗുരുവിന് കാരുണ്യം കൂടുതലുണ്ടായത്. കാരണം തൻ്റെ തന്നെ ആത്മാവാണ് മറ്റുള്ളവരിലും കുടികൊള്ളുന്നത് എന്നുള്ള ആ ഒരു സാക്ഷാത്കാരം, അങ്ങനെയുള്ള തിരിച്ചറിവ്. അപ്പോൾ ഈ ഒരു ആത്മബുദ്ധി അല്ലെങ്കിൽ ഈ ഒരു ആത്മവിദ്യയുടെ അഭാവമാണ് മറ്റുള്ളവരിൽ ഈ ഒരു തെളിച്ചം ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് ഗുരുവിനെ നമ്മൾ കാണുമ്പോൾ, ഗുരുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് നമ്മൾ ഇത് ചെയ്യുമ്പോൾ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഗുരുവിൻ്റെ സ്വരൂപം എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് പൂജിക്കാനായിട്ട് പറ്റണമെന്നുള്ളതാണ്. ആ ഒരു ബോധം, അങ്ങനെയുള്ള ഒരു അവബോധം തീർച്ചയായിട്ടും നമ്മളെ കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുകയായിരുന്നു, ഈ മത്സ്യമാംസാദികളെക്കുറിച്ച് പെട്ടെന്ന് അതങ്ങോട്ട് നിർത്താനൊരു വിഷമം, ഈ മത്സ്യമാംസാദികൾ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുദ്ധി അവിടെ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള ആ ഒരു ബോധം വരുമ്പോൾ ഇതിനെ കൊന്ന് തിന്നുന്നത് പാപമാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള അറിവിലേക്ക് നമ്മൾ ഉണരും. അപ്പോൾ ആ ഒരു അറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഗുരു എന്താണ്, മത്സ്യമാംസാദികൾ ശവക്കറികളാണ് എന്ന് പറഞ്ഞത്. അത് ആ ഒരു അവബോധം ഇത് നമ്മുടെ മേശപ്പുറത്ത് വരുമ്പോൾ ഇത് കഴിക്കാൻ നേരത്ത് ഓർമ്മയുണ്ടെങ്കിലോ അതോടുകൂടി ശവം ആരും കഴിക്കാറില്ല അല്ലേ. അപ്പോൾ ഇവിടെ ദേവതിരിങ് മനുഷ്യാവച്ഛിന്നാത്മനേ നമഃ എന്ന മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ, അതിൻ്റെ അർത്ഥത്തോടു കൂടി നമ്മൾ ചൊല്ലുമ്പോൾ എല്ലാത്തിനകത്തും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള ബോധം ഗുരുവിനെ നമ്മൾ അങ്ങനെ പൂജിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലും ആ ഒരു രീതിയിലുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെന്നാണ്, ആ ഗുണം അല്ലേ. അങ്ങനെ
ആ ഒരു ഗുണത്തോടു കൂടി നമുക്കും മാറാനായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ മന്ത്രജപം, ഗുരുവിൻ്റെ പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആന്തരികമായിട്ടുള്ള പരിവർത്തനം നമ്മൾ സംഭവിക്കണം. ഭഗവാനോട് അങ്ങനെയുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കത് ചെയ്യുമ്പോൾ സാവധാനത്തിൽ, എപ്രകാരമെന്ന് വെച്ചാൽ, എത്രയോ നാളുകളായിട്ട് ഒരു മരത്തിൽ അല്ലെങ്കിൽ മരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിപടലങ്ങൾ, അത് വളരെ ശാന്തമായിട്ടുള്ള ചെറിയ മഴ, ഇങ്ങനെ ചാറ്റുമഴ എന്നൊക്കെ പറയും, അതിങ്ങനെ കുറേ നിരന്തരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇലകളെല്ലാം കഴുകി വൃത്തിയാക്കുന്നത്. അതുപോലെ നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട്, പ്രയത്നം കൊണ്ട് നമുക്കും ആ ഒരു തലത്തിലേക്ക് ശുദ്ധമായിട്ടുള്ള മനസ്സും ഹൃദയവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓടിപ്പടഞ്ഞാലും നടക്കത്തില്ല. അതിന് ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.